പല ആൾക്കാരും എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു പ്രൈവറ്റ് സ്പേസിൽ ഒത്തുകൂടി നിൽക്കാനാണ്. നമ്മളെല്ലാവരും കൂടെ കൂടാതെ നമ്മുടെ മാത്രം ആൾക്കാർ നമ്മളവിടെ കുക്ക് ചെയ്യുന്നു, നമ്മളവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് അതിൻ്റെ ചുറ്റും ഇരുന്ന് നമ്മുടെ പഴയ കഥകളൊക്കെ പറയുന്നു. ആ ഒരു ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് അത് നമ്മുടെ മാത്രം സ്പേസാണ്. ആ സമയത്ത് അതാണ് നമ്മുടെ ലോകം. അപ്പം അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പം പല ആൾക്കാരോട് ഇത് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ അവർ റിസോർട്ടിൽ പോയാൽ പെടുന്നത്. അതെ, എല്ലാവരും റിസോർട്ടിലോട്ടൊക്കെയാണ് പോവാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പ്രൈവറ്റ് സ്പേസ് കുറേ കണ്ടുപിടിച്ചു ഞങ്ങൾക്കുള്ള ട്രാവലിന് വേണ്ടി. അപ്പോൾ ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടു. അതായത് ഇതിനെല്ലാം പലപ്പോഴും ഇതൊന്നും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഈ ഹോളിഡേ ഹോംസ് അല്ലെങ്കിൽ വെക്കേഷൻ ഹോംസ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പണ്ടൊക്കെ നമുക്ക് വീട്ടുകളിൽ ഒരാൾക്ക് ഒരു കാറും ഒരു വീടുമാണ്. കുറേ കഴിഞ്ഞപ്പോൾ അത് 2 കാറും ഒരു വീടും എന്നുള്ള രീതിയിലോട്ട് മാറി. ഇപ്പോൾ ആൾക്കാർ ഒരു വീട്